നമസ്കാരം. നാഗാരാധന ഹിന്ദു വിശ്വാസമനുസരിച്ച് പുരാതന കാലം മുതൽ തന്നെ പാമ്പുകളെ ദേവതകളായി കണക്കാക്കുന്നു. കേരളത്തിലെ നാഗാരാധനയ്ക്ക് തുടക്കം കുറിച്ചത് പരശുരാമനാണ്. പരശുരാമൻ കേരള സൃഷ്ടി നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം മനുഷ്യവാസ യോഗ്യമാക്കി തീർക്കാൻ സർപ്പശല്യം ഇല്ലാതാക്കണമെന്ന് നിശ്ചയിച്ചു. ജലത്തിലെ ലവണാംശം ഇല്ലാതാക്കാൻ അനന്തൻ സർപ്പത്തെയും വാസുകിയെയും പ്രത്യക്ഷപ്പെടുത്തി. അവരുടെ അനുവാദത്തോടെ ഭൂമിയുടെ രക്ഷകരും കാവൽക്കാരുമെന്ന നിലയിൽ സർപ്പങ്ങളെ പൂജിക്കുകയും അവർക്ക് പ്രത്യേക വാസസ്ഥലം നൽകുകയുമുണ്ടായി. ഇതിന് പകരമായി സർപ്പങ്ങൾ അവയുടെ ഉച്ഛ്വാസവായു കൊണ്ട് ജലത്തിലെ ലവണാംശം ഇല്ലാതാക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. ശക്തമായ നാഗാരാധന പാരമ്പര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു. പണ്ടുകാലത്ത് സർപ്പരൂപത്തിലുള്ള വളകൾ, മാലകൾ, വേഷവിധാനങ്ങളും പണ്ടത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്നു. അന്ന് എല്ലാ ഹിന്ദു ഭവനങ്ങളിലും സർപ്പക്കാവുകളും നാഗപൂജകളും ഉണ്ടായിരുന്നു. കേരളത്തിൽ കന്നിമാസത്തിലെ ആയില്യം, തുലാമാസത്തിലെ ആയില്യം നാഗാരാധന ദിവസങ്ങളാണ്. ആയില്യ പൂജ വളരെയധികം ഫലസിദ്ധി നേടിയ പൂജയാണ്. പല ദേവന്മാരും നാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. മഹാവിഷ്ണു അനന്തശയത്തിൽ, ശിവന് ആഭരണം നാഗങ്ങൾ, ഗണപതിക്ക് അരഞ്ഞാണം നാഗം, ദുർഗാദേവിക്ക് നാഗം ആയുധം, കാളീദേവിക്ക് നാഗം വള, സൂര്യദേവൻ തൻ്റെ രഥത്തിലെ 7 കുതിരകളെ പൂട്ടാൻ നാഗത്തെ ഉപയോഗിച്ചു. ശ്രീകൃഷ്ണൻ കാളിയ സർപ്പത്തിൻ്റെ ഫണങ്ങളിൽ നടനമാടി. എല്ലാ ദേവീദേവന്മാരും നാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാരിൽ ഒരാളായ മരീചിയുടെ പുത്രനാണ് കശ്യപൻ. അദ്ദേഹത്തിൻ്റെ പത്നിയായ കന്ദ്രുവിൽ ഉണ്ടായ മക്കളാണ് നാഗങ്ങൾ. ലോകത്ത് നാഗങ്ങൾ ഉത്ഭവിച്ചത് കദ്രു പുത്രന്മാരായ നാഗങ്ങളിൽ നിന്നാണ്. നാഗങ്ങളിൽ പ്രാധാന്യം അഷ്ടനാഗങ്ങളാണ്. 8 ദിക്കുകൾക്ക് 8 നാഗങ്ങൾ ദേവതകളാണ്. കിഴക്ക് വാസുകി, തെക്ക് കിഴക്ക് തക്ഷകൻ, തെക്ക് കാർക്കോടകൻ, തെക്ക് പടിഞ്ഞാറ് പത്മൻ, പടിഞ്ഞാറ് മഹാപത്മൻ, വടക്ക് പടിഞ്ഞാറ് ശംഖപാലൻ, വടക്ക് കപിലൻ, വടക്ക് കിഴക്ക് അനന്തൻ. ഇപ്രകാരമാണ്. ജ്യോതിഷത്തിൽ 5-ാം തിഥിയുടെ അധിപൻ സർപ്പമാണ്. പരുഷത്തിൻ്റെ മകൻ പാമ്പുകളോട് പ്രതികാരം ചെയ്യാനും അവരുടെ മുഴുവൻ വംശത്തെയും കൊല്ലാൻ ഒരു നാഗയോഗം സംഘടിപ്പിച്ചു. കാരണം തൻ്റെ പിതാവായ പരുഷത്ത് രാജാവിനെ തക്ഷകൻ എന്ന പാമ്പാണ് കൊന്നത്. നാഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മുനിമാർ ഈ യജ്ഞം നിർത്തിവെപ്പിച്ചു. യജുർവേദത്തിലും അഥർവേദത്തിലും നാഗാരാധന സമ്പ്രദായം വേദിക്കുന്നുണ്ട്. തന്ത്രശാസ്ത്ര സംബന്ധമായി നാഗങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മൂലാധാര ചക്രത്തിൽ കിടന്നുറങ്ങുന്ന കുണ്ഡലിനി ശക്തിയെ സർപ്പശക്തി എന്നാണ് വിളിക്കുന്നത്. ചൈന, ശ്രീലങ്ക, ജപ്പാൻ, ജാവ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നാഗാരാധന നിലവിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. നാഗപ്പൂർ, നാഗപട്ടണം, നാഗാലാൻഡ്, നാഗർകോവിൽ തുടങ്ങിയ സ്ഥലനാമങ്ങൾ സൂചിപ്പിക്കുന്നത് നാഗാരാധനയുമായി ബന്ധപ്പെട്ടതാണ്. ജ്യോതിഷപരമായി രാഹു ദോഷങ്ങൾക്ക് സർപ്പസംബന്ധമായ വഴിപാടുകളാണ് പരിഹാരമായി വിധിക്കാറ്. നാഗപ്രീതിയുണ്ടായാൽ അപ്രതീക്ഷിതമായ അപകടങ്ങളും വിഷബാധ, ത്വക്ക് രോഗം, ഗർഭാശയ രോഗങ്ങൾക്കും ശാശ്വതമായ പരിഹാരമെന്ന് ജ്യോതിഷം പറയുന്നു. നാഗങ്ങൾ ഭൂമിയുടെ സംരക്ഷകരാണ്. അവരെ ആരാധിച്ചാൽ അവ മനുഷ്യരെ സംരക്ഷിക്കുമെന്ന് ജ്യോതിഷ സിദ്ധാന്തം പറയുന്നു. കുടുംബസമാധാനം, സന്താനലബ്ധി, ദീർഘായുസ്, കുടുംബത്തിൽ ദുർമരണം സംഭവിക്കാതിരിക്കാൻ, ഹൃദയ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനും എല്ലാ ക്ഷേമങ്ങളും സർപ്പങ്ങളുടെ അനുഗ്രഹത്താൽ നിശ്ചയമായി ലഭിക്കുമെന്ന് ജ്യോതിഷ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഒരു പുരാണ കഥ. സത്രജിത്ത് രാജാവ് സൂര്യഭഗവാന്റെ ഭക്തനായിരുന്നു.
അദ്ദേഹത്തിൻ്റെ അടിയുറച്ച ഭക്തിയിൽ സന്തുഷ്ടനായ സൂര്യദേവൻ അമൂല്യമായ സെമന്തകം എന്ന ദിവ്യരത്നം അദ്ദേഹത്തിന് നൽകി. എന്നിട്ടിങ്ങനെ അരുൾ ചെയ്തു: ഈ രത്നത്തിന് നിന്നെ സമ്പന്നനാക്കാനുള്ള കഴിവുണ്ട്. യഥാവധി പൂജിച്ച് സൂക്ഷിക്കുക. അങ്ങനെ ആദരപൂർവ്വം സെമന്തകം സൂക്ഷിക്കുകയും അതിനാൽ അദ്ദേഹം ഐശ്വര്യവാനും സമ്പന്നനുമായി തീരുകയും ചെയ്തു. ഈ വിവരം രാജ്യത്തിലുള്ള എല്ലാവരുമൊപ്പം ശ്രീകൃഷ്ണനും അറിഞ്ഞു. ഒരിക്കൽ ശ്രീകൃഷ്ണൻ സത്രാജിത്തിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് സെമന്തകം കാണുകയും ചെയ്തു. ശ്രീകൃഷ്ണൻ പറഞ്ഞു: ഈ രത്നം എനിക്ക് തരുമോ? എന്നാൽ ദ്വാരകാവാസികൾക്കും അതിൻ്റെ ഗുണം അനുഭവിക്കാനാകുമെന്ന്. പക്ഷെ എത്ര പറഞ്ഞിട്ടും സത്രാജിത്ത് രത്നം ശ്രീകൃഷ്ണന് കൈമാറാൻ തയ്യാറായില്ല. ഒരിക്കൽ സത്രാജിത്തിൻ്റെ സഹോദരൻ പ്രസന്നൻ ജ്യേഷ്ഠനോട് ആ രത്നം തനിക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. സത്രാജിത്ത് അത് പ്രസന്നന് കൊടുത്തു. പ്രസന്നൻ അതും ധരിച്ചുകൊണ്ട് നായാട്ടിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ച് ഒരു സിംഹം അദ്ദേഹത്തെ കൊന്നിട്ട് ആ രത്നം തട്ടിയെടുത്തു. എന്നാൽ ആ സിംഹത്തിനെ ഒരു കരടി കൊന്നു. സത്യരാജിത്ത് തൻ്റെ സഹോദരൻ്റെ തിരോധനത്തിലും രക്തം നഷ്ടപ്പെട്ടതിനാലും വളരെ ദുഃഖിതായി. പലരും അഭിപ്രായപ്പെട്ടു അത് മോഷ്ടിച്ചത് ശ്രീകൃഷ്ണനായിരിക്കുമെന്ന്. ലോകത്തൊരു അപവാദം ആരെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവരും അത് ഏറ്റുപറയുന്ന ശീലമുള്ളതുകൊണ്ട് അങ്ങനെ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള അപവാദം എല്ലായിടത്തും പരക്കാൻ തുടങ്ങി. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാതിലും എത്തി. ശ്രീകൃഷ്ണൻ തൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നുറച്ച് പ്രസന്നനെ തേടി കാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ സിംഹത്തിൻ്റെ കാൽപ്പാടുകളും കാണാനായി. ആ കാൽപ്പാടുകൾ തേടി പുറപ്പെട്ട ശ്രീകൃഷ്ണനെ കരടിയുടെ കാൽപ്പാടും ദൃഷ്ടിയിൽപ്പെട്ടു. ആ കാൽപ്പാടുകൾ ചെന്നെത്തിയത് ഒരു ഗുഹയിലായിരുന്നു. ഗുഹയുടെ പുറത്ത് ചത്തുകിടക്കുന്ന ഒരു സിംഹത്തെയും കണ്ടു. അദ്ദേഹം ഗുഹയിൽ കയറി നോക്കിയപ്പോൾ ഒരു കരടിക്കുട്ടി ആ രത്നം കൊണ്ട് കളിക്കുന്നു. ശ്രീകൃഷ്ണൻ കരടിക്കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് രത്നം വീണ്ടെടുത്തു. കരടിക്കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടി വന്ന തള്ളക്കരടി ശ്രീകൃഷ്ണനോട് യുദ്ധത്തിനൊരുങ്ങി. ഒടുവിൽ തൻ്റെ എതിരാളി അസാമാന്യ ശക്തിശാലിയാണെന്ന യാഥാർത്ഥ്യം മനസ്സിലായി. സാക്ഷാൽ ഭഗവാനാണ് തന്നോട് യുദ്ധം ചെയ്തതെന്ന് മനസ്സിലാക്കിയ കരടി കീഴടങ്ങി. ഈ കഥ സൂചിപ്പിക്കുന്നത് സമയദോഷം വരുമ്പോൾ സാക്ഷാൽ ഭഗവാനായാലും അപവാദത്തിൻ്റെ നിഴലിൽ ജീവിക്കേണ്ടി വരുമെന്നാണ്. തൻ്റെ ഭക്തരും സ്നേഹിതരും തന്നെ സംശയിച്ചതിൽ ദുഃഖിതനായ ശ്രീകൃഷ്ണൻ ആ രത്നം വാങ്ങി സത്രാജിത്തിന് കൊടുക്കുകയും അപവാദത്തിൽ നിന്ന് മോചിതനാവുകയും ചെയ്തു. തെറ്റായ ആരോപണം ഉന്നയിച്ച് അപവാദം പ്രചരിക്കുമ്പോൾ അത് തെറ്റാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. അതാണ് ശ്രീകൃഷ്ണൻ്റെ കാഴ്ചപ്പാട്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.